പിറ്റേന്ന് എല്ലാവരും സന്തോഷത്തോടെ ഡ്രസ്സ് എടുക്കാൻ പോയി. അമ്മമാരെല്ലാവരും സെറ്റ് സാരി എടുത്തു. ബാക്കിയുള്ള ചോട്ടാ പെണ്ണുങ്ങൾ ധാവണിയും എടുത്തു. അവിടെ തന്നെ സ്റ്റിച്ചിങ്ങിനും കൊടുത്തു. പിറ്റേ ദിവസത്തേക്ക് തയ്ച്ചു കിട്ടും. അതുകൊണ്ട് പിള്ളേര് ഹാപ്പിയായി. ആണുങ്ങളെല്ലാവരും ഷർട്ടും മുണ്ടുമാണ് വേഷം. അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞതും കല്യാണി ചിന്നുവിനെ നന്ദൻ്റെ കയ്യിൽ കൊടുത്ത് വാഷ്റൂമിലേക്ക് പോകുന്നത് ധനു കണ്ടു. പിന്നാലെ അവളും പോയി. തിരിച്ചിരുവരും ഒരുമിച്ചായിരുന്നു വരുന്നത്. കല്ലവിൻ്റെ മുഖം സങ്കടത്തിലും ധനു സന്തോഷത്തിലുമായിരുന്നു. നന്ദൻ്റെ അടുത്തെത്തിയ കല്ലവിൻ്റെ മേലേക്ക് ചിന്നു ചാടി. അവൾ ചിന്നുവിനെ ചേർത്ത് പിടിച്ചു. എന്തുപറ്റി? മുഖം വല്ലാതിരിക്കുന്നേ? നന്ദൻ അവളെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല, തലവേദന എടുക്കുന്നു. അത് ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നതിൻ്റെ ക്ഷീണം കൊണ്ടാ. ഇപ്പം ഇറങ്ങും, വീട്ടിലെത്തിയിട്ട് നല്ലോണം ഉറങ്ങുമ്പോൾ ശരിയാകും. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ തെളിച്ചമില്ലാതെ മറുപടി കൊടുത്തു. ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയതും രാജശേഖരൻ അവരോട് പോയി കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. എല്ലാവരും ഡ്രസ്സ് എടുത്ത് സ്റ്റിച്ചിങ്ങിനും കൊടുത്തു. ഇവിടെയുള്ളവർക്കും എടുത്തു. പെണ്ണുങ്ങളുടെ കയ്യിലുണ്ടെല്ലാം. ദേവൻ ചിരിയോടെ പറഞ്ഞു. ഭക്ഷണം കഴിച്ചോ നിങ്ങൾ? കഴിച്ചു. നിങ്ങൾ കഴിച്ചില്ലേ? രാധിക പവിമോളുമായി മുറിയിൽ കിടക്കുകയാ. ഒപ്പം ലക്ഷ്മിയുണ്ട്. എന്നാൽ നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ, ക്ഷീണം കാണും. എല്ലാവരും ഇന്നത്തെ ഷോപ്പിംഗ് ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം മയങ്ങി. എന്നാൽ കല്യാണിക്ക് മാത്രം ഉറങ്ങാൻ പറ്റിയില്ല. അവൾ ഇന്ന് സംഭവിച്ചത് ഓർത്ത് കിടന്നു. വാഷ്റൂമിൽ പോയി തിരികെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ധനു വന്നത്. എന്താണ് കല്യാണി, സുഖമല്ലേ? സുഖം ധനു. പുതിയ ജീവിതം എങ്ങനെയുണ്ട്? അവൾ മനസ്സിലാവാതെ ധനുവിനെ നോക്കി. അല്ല, ഓരോ പുളിങ്കൊമ്പിനും പിടിക്കുന്നുണ്ടല്ലോ. നന്ദനെ എന്തു കണ്ടിട്ടാ പിടിച്ചേ? അതോ വേറെ വല്ലതും കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണോ കെട്ടിയത്? നീ എന്തൊക്കെയാ ധനു ചോദിക്കുന്നേ? ഓ, ഒന്നും അറിയാത്തവളെ പോലെ നടക്കല്ലേ. നീ എൻ്റെ ആദിയെ വശീകരിച്ചവളല്ലേ? അവനെ എന്തോ കൊടുത്ത് നിന്റെ കിടപ്പറയിൽ വരെ എത്തിച്ചവളല്ലേ നീ? വല്ലാതെ പുണ്യാളത്തി ആകല്ലേ. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ദേ ഇത് കണ്ടോ, നല്ല പിക്കുകളാണ്. നീയും ആദിയും തമ്മിലുള്ളതാ. പിന്നെ വീഡിയോയുമുണ്ട്. പറഞ്ഞതുപോലെ അനുസരിച്ചില്ലെങ്കിൽ ആദ്യം ഇതൊക്കെ നീ മകളെ പോലെ കൊണ്ടു നടക്കുന്നവൾക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ ഈ നാട് മുഴുവൻ കാണും. കല്യാണിക്കുട്ടിയുടെ ലീലാവിലാസങ്ങൾ എങ്ങനെയുണ്ട്? തലക്കെട്ട്. അത് വേണ്ടെങ്കിൽ നാളെ എൻ്റെ കൂടെ നീ വരും. വന്നില്ലെങ്കിൽ ഞാൻ ഇനിയും പറയണ്ടല്ലോ. കല്യാണിയെ നോക്കി പറഞ്ഞുകൊണ്ടവൾ പോയി. എല്ലാം തകർന്നവളെ പോലെ കല്യാണിയും പോന്നു. ഞാൻ എന്തു തെറ്റ് ചെയ്തിട്ടാ ഈശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ കല്ലു നീ കരയുന്നേ? നന്ദൻ അവളോടായി ചോദിച്ചു. ഉറങ്ങിയില്ലേ? അവൾ വിറയലോടെ ചോദിച്ചു. ഉറങ്ങിയാൽ ഞാനിങ്ങനെ ചോദിക്കോ? എന്താ പറ്റിയത്? എന്ത് വിഷമമാണ് ഈ നെഞ്ചിൽ കിടന്ന് പുകയുന്നത്? അവൻ അവളെ തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു. കല്യാണിയോട് നന്ദൻ ചോദിച്ചതും അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇന്ന് നടന്ന കാര്യങ്ങൾ പറഞ്ഞതും അവൻ അവളെ നോക്കി. അയ്യേ, ഇതിനാണോ കരഞ്ഞത്? അങ്ങനെയൊന്നും ചെയ്യില്ല ധനു, നീ പേടിക്കണ്ട, നമുക്ക് ശരിയാക്കാം കേട്ടോ. അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആദി, ഞാൻ നീ പറഞ്ഞതുപോലെ കല്യാണിയെ കണ്ടു പറഞ്ഞു. ആള് പേടിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ വരും. സത്യം? നീ എൻ്റെ മുത്താണ്. ഈ ധനു പറഞ്ഞാലേ അത് സാധിച്ചു തരുമെന്ന് മനസ്സിലായില്ലേ? നാളെ ഞാൻ അവളെയും കൊണ്ട് സ്റ്റിച്ച് ചെയ്തത് വാങ്ങിക്കാൻ ഇറങ്ങും. നീ വന്നാൽ മതി അങ്ങോട്ട്. ഞാൻ പറയുന്ന സ്ഥലത്ത് അവളെയും കൊണ്ട് വരണം. എത്ര രൂപയുടെ മുതലാണെന്ന് അറിയൂ? അതിൻ്റെ പകുതി എൻ്റെ ധനിക്കുട്ടിക്കുള്ളതാണ്. എനിക്ക് വേണ്ട ആദി, നിനക്കുള്ളത് എൻ്റെയും കൂടിയല്ലേ. 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ആദിയുടെയല്ലേ ഞാനും കാത്തിരിക്കുകയാണ് നിനക്ക് വേണ്ടി. നീ നാളെ എവിടെയാണ് വരുന്നത്? ഞാൻ വരാം. അവളെ എൻ്റെ ആളുകൾ വന്ന് കൊണ്ടുപോയിക്കോളും. ഫാഷൻ ഹബില്ലേ, അവിടേക്കാണ് വരുന്നത്. ഞാൻ അവിടേക്ക് വരാം. പിന്നെ എന്തൊക്കെയോ അവർ സംസാരിച്ചു. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ കണ്ണുകൾ തിളങ്ങി. രേവു, നാളെ ഗായത്രി വരും. നീ അവളെ വഴക്ക് പറയരുത്, തള്ളരുത്. നിങ്ങളറിയാത്തൊരു കാര്യമുണ്ട്. പവിത്ര രേവതിയോടും ലക്ഷ്മിയോടുമായി പറഞ്ഞു. എന്താ പവി? അന്നവൾ സ്വബോധത്തോടെയല്ലായിരുന്നു ആ പെണ്ണുമായി അങ്ങനെയൊക്കെ നടന്നത്. ആ പെണ്ണ് അവൾക്ക് ജ്യൂസ് കൊടുത്തു. പിന്നെ എന്താ നടന്നതെന്ന് അവൾക്കറിയില്ല. അവളുടെ മനസ്സ് വേറെ ഏതോ ലോകത്തായിരുന്നു എന്ന്. ഇങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് കുറ്റബോധം കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരാതിരുന്നത്. അത്രയ്ക്കും വിഷമിച്ചു അവൾ. ഒടുവിൽ ഞാനാണ് പറഞ്ഞ് കുറച്ച് ദിവസം മാറി നിൽക്കാൻ. ഇപ്പം തൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അതിനൊക്കെ മാപ്പ് പറയാനാണ് അവൾ വരുന്നത്. നീ പറയുന്നതൊക്കെ സത്യമാണോ? രേവതി സംശയത്തോട് ചോദിച്ചു. എന്നെ വിശ്വാസമില്ലേ രേവു? ഉണ്ട്, പക്ഷെ അവൾ മാറിയെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. അവൾ മാറി. നാളെ വരുമ്പോൾ നിനക്ക് ബോധ്യമാകും.
നന്നായി അവൾക്ക് കൊള്ളാം. എനിക്കിനി പറയാൻ അവൾ മാത്രമേ ഉള്ളൂ. അവൾ നന്നായാൽ അവളെയും പിന്നെയും സുരേഷിനെയും കൂട്ടി വീട്ടിലേക്ക് പോകണം. ഇനിയെങ്കിലും മനസ്സമാധാനത്തോടെ ഉറങ്ങണം, സന്തോഷത്തോടെ ജീവിക്കണം. അവർ നെടുവീർപ്പോടെ പറഞ്ഞു. നടക്കുമെടി, നിന്റെ ആഗ്രഹം പോലെ സന്തോഷത്തോടെ ജീവിക്കാം. ഞാനല്ലേ പറയുന്നത്. മൂവരും കുറച്ചു നേരം കൂടി സംസാരിച്ചു. പക്ഷേ ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് തൻ്റെ പവിയെ നോക്കും. എന്തോ ഒരു വിശ്വാസക്കുറവ് അവരുടെ മുന്നിട്ടു നിന്നു. വൈകുന്നേരമായതും മഠത്തിൽ വീട്ടിലേക്ക് രാമചന്ദ്രൻ വന്നു. അയാളെ കണ്ടതും രാജശേഖരൻ ആതിഥ്യ മര്യാദയോടെ സ്വീകരിച്ചു. എന്താണ് രാമ, സുഖമല്ലേ? സുഖാച്ച. എന്താണ് വിശേഷിച്ച്? ധനുമോളെ കാണാൻ വന്നതാണോ? അല്ല, അശ്വതിയെ കാണാൻ. അയാൾ തൻ്റെ ശിരസ് കുനിച്ച് പറഞ്ഞു. ഞാൻ വിളിക്കാം കുട്ടിയെ. അച്ചുമോളെ. രാജശേഖരൻ വിളിച്ചതും കാശിയും അശ്വതിയും വന്നു. കൂടെ മഹാദേവനും പാർവതിയും ഉണ്ടായിരുന്നു. ഞാൻ വന്നത് മോളെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. ആദിയുടെ കല്യാണമല്ലേ, അവൻ്റെ അനിയത്തിയല്ലേ, അതുകൊണ്ട് മോള് വരണം. അയാൾ വിഷമത്തോടെ അവളോട് പറഞ്ഞു. എന്നാൽ അശ്വതി തൻ്റെ അച്ഛനെ നോക്കി കാണുമായിരുന്നു. കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ കണ്ടപ്പോൾ അവൾക്കും സന്തോഷമായി. അതുകൊണ്ട് തന്നെ അയാൾ ചോദിച്ച കാര്യം അവൾ കേട്ടില്ല. ഇപ്പോഴാണോ അവളെ ഓർത്തത്? കാശി ഇഷ്ടക്കേടോടെ ചോദിച്ചു. അല്ല, കുറേ ദിവസമായി മനസ്സിൽ മോളെ കാണണം, അവളോടൊത്ത് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഓരോരോ തിരക്കുകളിലായിപ്പോയി. അശ്വതി തൻ്റെ മകൾ മാത്രമല്ല, എൻ്റെ ഭാര്യ കൂടിയാണ്. പിന്നെ കല്യാണത്തിന് ഞങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്തിനാ അവൾ മാത്രമായിട്ട് വരുന്നത്? കല്യാണത്തിന് അവൾ അവിടെ വേണമെന്നൊരാഗ്രഹം. പിന്നെ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇവളെ കാണണമെന്നുണ്ട്. എന്തിനാ? ഇനിയും ജാതകദോഷക്കാരി എന്ന് മുദ്ര കുത്താനാണോ? അതോ ആ തറവാടും അതിനോട് ചേർന്ന ഏക്കർ കണക്ക് സ്ഥലവും ഇവരുടെ പേരിൽ നിന്ന് മാറ്റി ആദിയുടെ പേരിലേക്കാക്കി ഇവളെ കൊന്നു കളയാനാണോ? കാശി ഒരു ഭാവഭേദവുമില്ലാതെ ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിൽ രാമചന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി. അശ്വതി തൻ്റെ അച്ഛനെ ഞെട്ടലോടെ നോക്കി. കാശി പറഞ്ഞ കാര്യങ്ങൾ അവളിൽ നടുക്കം സൃഷ്ടിച്ചു. തൻ്റെ പേരിലാണ് തറവാടും സ്ഥലവും എന്നത് അവൾക്ക് പുതു അറിവായിരുന്നു. അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നത് അവളിൽ സങ്കടമുണ്ടാക്കി. കണ്ണിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു വീണു. രാമചന്ദ്രൻ ദേഷ്യത്തോടെ കാശിയെ നോക്കി. കാശി, അച്ഛൻ നിന്റെ ഭാര്യയാകുന്നതിന് മുൻപേ എൻ്റെ മകളാണ്. അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് എനിക്ക് അവകാശമുണ്ട്. മാത്രമല്ല അവൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകും ചേട്ടൻ്റെ കല്യാണം കൂടാൻ. അതിന് നീ ഇങ്ങനെ തടസ്സം നിൽക്കരുത്. അയ്യോ, ആരായി പറയുന്നേ? നിങ്ങളുടെ മകളാണെന്ന് പറയാനുള്ള അർഹത നിങ്ങൾക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പൊന്നുപോലെ നോക്കിയിരുന്നേനെ. വെറും ജാതകദോഷക്കാരിയായി മുദ്രകൊത്തി അവളെ മാറ്റി നിർത്തില്ലായിരുന്നു. ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടില്ലായിരുന്നു. കാശി കലിയോടെ പറഞ്ഞു. അവൻ്റെ ദേഷ്യം കണ്ടതും അച്ചു അവനെ പിടിച്ചു. വേണ്ട എന്ന രീതിയിൽ തലയാട്ടി. ഞാനൊരു പ്രശ്നത്തിലും നിൽക്കുന്നില്ല. എൻ്റെ തീരുമാനം ഞാൻ പറയുകയാണ്. ഞാൻ വിടില്ല ഇവളെ അങ്ങോട്ട്. നിങ്ങൾ നല്ലൊരു അച്ഛനും ആദ്യം നല്ലൊരു ചേട്ടനുമായിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണ മനസ്സോടെ വിട്ടേനെ. ഇനി ഇതും ചോദിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കണമെന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് കാശി അച്ചുവിനെ കൂട്ടി മുറിയിലേക്ക് പോയി. രാമ, അവൻ അവൻ്റെ തീരുമാനം പറഞ്ഞു. വേറെന്തെങ്കിലും വിശേഷിച്ചിട്ടുണ്ടോ? രാജശേഖരൻ ചോദിച്ചു. ഇല്ല, നിങ്ങളുടെ കൊച്ചുമകനോട് പറഞ്ഞേക്ക് ആ തറവാടും സ്വത്തുക്കളും കിട്ടുമെന്ന് മോഹിച്ച് അവളെ കെട്ടിയേക്കുന്നതെങ്കിൽ അതൊക്കെ വെറും സ്വപ്നമാണെന്ന്. ഞങ്ങൾക്കറിയാം അതൊക്കെ എങ്ങനെ കൈക്കലാക്കണമെന്ന്, അയാൾ വാശിയോടെ പറഞ്ഞു. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അവനതൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടുക തന്നെ ചെയ്യും രാമചന്ദ്ര. അപ്പോൾ വന്ന കാര്യം നടക്കില്ല എന്ന് മനസ്സിലായെങ്കിൽ ഇറങ്ങാൻ നോക്കിക്കോ, മഹാദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അയാൾ പകയോടെ മനസ്സിലെ അവിടെ നിന്ന് എഴുന്നേറ്റിറങ്ങി. പോകുന്ന വഴിയൊക്കെ ചിന്ത ആദിയുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കുമെന്നുള്ളതായിരുന്നു. എങ്ങനെയെങ്കിലും അതൊക്കെ ആദിക്ക് നേടിക്കൊടുക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. വീട്ടിലെത്തിയതും അയാൾ ആദിയോട് കാര്യങ്ങൾ പറഞ്ഞു. അവൻ്റെ മുഖം രക്തവർണ്ണമായി. ഇനി എന്താന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. അവളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അതൊക്കെ നേടിയിരിക്കും, ആദ്യ ദേഷ്യത്തോടെ പറഞ്ഞു. മോനെ, അതൊന്നും വേണ്ട, ഞാൻ പറയാം അവളോട്. കല്യാണത്തിൻ്റെ അന്ന് കാണുമല്ലോ, അപ്പം അവളോട് തനിച്ച് സംസാരിച്ച് ശരിയാക്കാം, ആദിയോടായി അച്ഛൻ പറഞ്ഞു. മര്യാദയുടെ രീതിയിൽ പോയിട്ട് നടന്നില്ല. ഇനി എന്തായാലും ഞാൻ നോക്കിക്കോളാം, അച്ഛനതിൽ ഇടപെടേണ്ട. അത്രയും പറഞ്ഞുകൊണ്ടവൻ പോയി. അയാൾ അവൻ്റെ പോക്ക് നോക്കി നിന്നു. അവളെ കൊല്ലണമെന്നൊന്നും ആഗ്രഹമില്ല. ആദ്യം അങ്ങനെ പറഞ്ഞപ്പോൾ അയാളിൽ വേദന അനുഭവപ്പെട്ടു. നീ എന്തിനെങ്ങനെ കരയുന്നേ? നിന്റെ ആരെങ്കിലും ചത്തോ? മുറിയിലിരുന്ന് കരയുന്ന അച്ചുവിനെ നോക്കി ദേഷ്യത്തോടെ കാശി ചോദിച്ചു. അച്ചു, മതി കരഞ്ഞത്. എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? കരഞ്ഞുകൊണ്ടവൾ ചോദിച്ചു. നീയും കേട്ടതില്ല അങ്ങേര് പറഞ്ഞത്? കേട്ടു. ഞാൻ അങ്ങനെ പോകുമെന്ന് തോന്നുന്നുണ്ടോ കാശിയേട്ടന്?
ഇല്ല, പക്ഷെ നിന്റെ തന്തയുടെ വർത്താനം കേട്ടപ്പോൾ ചൊറിഞ്ഞു വന്നു. അയാൾ എൻ്റെ അച്ഛനാണ്, പക്ഷെ അതിൻ്റെ ഒരു സ്നേഹവും വാത്സല്യവും എനിക്ക് കിട്ടിയിട്ടില്ല, ഇനിയിട്ട് കിട്ടുകയുമില്ല. ഇത്രയും വർഷം തിരിഞ്ഞു നോക്കാത്ത ആള് ഒരു സുപ്രഭാതത്തിൽ വന്ന് വിളിച്ചിറങ്ങി പോകാൻ മാത്രം വണ്ടിയല്ല ഞാൻ. ഇനി മനസ്സ് മാറി വിളിച്ചാലും ഞാൻ അങ്ങോട്ട് പോകില്ല. എന്നെ സ്നേഹിച്ചവരും ഞാൻ സ്നേഹിച്ചവരും അവിടെ ജീവനോടെ ഇല്ല. ആരും തന്നെ ഇല്ല എനിക്കവിടെ. പിന്നെ ഇവിടെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, എൻ്റെ ജീവനുമുണ്ട്. ഒരു നിമിഷം പോലും കാശിയേട്ടൻ്റെ അരികിൽ നിന്ന് മാറി നിൽക്കാൻ എന്നെക്കൊണ്ടാകില്ല. എനിക്കറിയാലോ എൻ്റെ പെണ്ണിനെ. മതി കരഞ്ഞത്. എനിക്കിഷ്ടമല്ല നിന്റെ കണ്ണുകൾ നിറയുന്നത്. മുഖക്കെ കഴുകി വാ, നമുക്ക് താഴേക്ക് ചെല്ലാം, എല്ലാവരും അവിടെ ഉണ്ടാകും. കാശി പറഞ്ഞതും അവൾ മുഖമൊക്കെ കഴുകി തിരികെ വന്നു. താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഒത്തൊരുമിച്ച് കൊച്ചുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അവർ. നാളെ സ്റ്റിച്ച് ചെയ്തത് വാങ്ങിക്കാൻ പോകണം, എൻ്റെ കൂടെ ഒരാളും കൂടെ വരുമോ? ഞാൻ വരാം മോളെ, ശ്രീജ ആവേശത്തോടെ പറഞ്ഞു. അമ്മ വരണ്ട, ഒന്നെങ്കിൽ അച്ചു അല്ലെങ്കിൽ കല്ലു, ആരേലും ഒരാൾ വന്നാൽ മതി. ഇവർ രണ്ടുപേരും വരും. അവരൊരു ഡ്രസ്സുമില്ലേ, എല്ലാവരും ഒരുമിച്ച് പോയി വാങ്ങിച്ചാൽ മതി, കാശി പറഞ്ഞു. മതി. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവരവരുടെ മുറിയിലേക്ക് പോയി. നന്ദേട്ടാ, അച്ചുവിനെ വിടേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അതിന് ഞാനല്ലല്ലോ പെണ്ണെ, നിങ്ങളെ വിടുന്ന കാര്യം പറഞ്ഞത് കാശിയാണ്. നന്ദേട്ടൻ കാശിയോട് പറ, ഞാൻ പൊക്കോളാം. ഞാൻ പറഞ്ഞാൽ പോലും അവൻ കേൾക്കില്ല. അവൻ്റെ തീരുമാനത്തിൽ മാറ്റവും ഉണ്ടാകില്ല. മാത്രമല്ല, നിങ്ങളുടെയൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടില്ലേ, അപ്പോൾ ഒരുമിച്ച് പോകുന്നതാണ് നല്ലത്. അപകടത്തിലേക്കാണ് പോകുന്നത്. ഒരപകടവും ഉണ്ടാവില്ല, പോരെ? എന്ന കൽവിഷമത്തോടെ നന്ദനെ നോക്കി അവൻ അവളെ കണ്ണു ചിമ്മി കാണിച്ചു. അച്ഛേ, ദേ നോക്കിക്കേ, സൂപ്പർ അല്ലേ ഇത്? അവളുടെ ഉടുപ്പ് കാണിച്ചുകൊണ്ട് നന്ദനോടായി അവൾ ചോദിച്ചു. പിന്നെ സൂപ്പറാണ്, എൻ്റെ പൊന്നു സുന്ദരിയല്ലേ. ഉറങ്ങുന്നില്ലടി കള്ളി? ഉറക്കം വന്നില്ല അച്ഛേ. അച്ഛൻ്റെ പൊന്നിനെ അച്ഛൻ ഉറക്കി തരാലോ. നന്ദൻ ചിന്നുവിനെയും എടുത്തുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവളെ തോളിലിട്ട് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കല്ലുവിന് നാളത്തെ കാര്യമോർത്ത് വല്ലാത്ത ടെൻഷനേറി. അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. നാളെ വരില്ല നീ? വരും, ഉച്ചയ്ക്കെത്തും. സൂക്ഷിച്ചു വരണം. പിന്നെ ഇവിടെ വന്ന ആദ്യം അമ്മയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. കുറച്ച് കരഞ്ഞോട് കാര്യങ്ങൾ പറയണം. നല്ല കുട്ടിയായി എന്ന് വരുത്തി തീർക്കണം. മനസ്സിലായി, എല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നിട്ട് പതുക്കെ ആരും അറിയാതെ നിനക്കെല്ലാ കാര്യവും ഞാൻ ശരിയാക്കി തരാം, പോരെ? എന്ത് ചെയ്യാനാണ് പ്ലാന്? അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഇവിടെ നല്ല കുട്ടിയായി പെരുമാറിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. നാളെ വരുമ്പോൾ കാണാം. മെസ്സേജ് അയച്ചു കഴിഞ്ഞവർ ഫോണിൽ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ വരികയാണ് നാളെ അവിടേക്ക്. ഇനിയുള്ള കളികൾ അങ്ങ് കൈലാസത്തിൽ. അവൾ പുച്ഛത്തോടെ ചിരിച്ചു. സുജി, എന്തു പറ്റി നിനക്ക്? ആകെ വിഷമിച്ചതുപോലെ. കരയുവാണോ? മുറിയിലേക്ക് വന്ന കൃഷ്ണകുമാർ തൻ്റെ ഭാര്യയോടായി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. മനസ്സിലായി, മകനെ കാണാത്തതിനുള്ള വിഷമം. അവൻ ആദിയുടെ കല്യാണത്തിൻ്റെ അന്ന് വരും. എന്തേലും അത്യാവശ്യത്തിന് പോയി കാണുമായിരിക്കും. അതിനിങ്ങനെ കരഞ്ഞിരിക്കുന്നത് എന്തിനാ? എനിക്കറിയില്ല, പോരെ? തൻ്റെ ഇരു കണ്ണുകളും തുടച്ചുകൊണ്ട് പറഞ്ഞു. ആദിയില്ലേ ഇവിടെ? മുറിയിലുണ്ടാകും. എന്തേ? ഒന്നുമില്ല, കല്യാണമായിട്ട് ചെക്കനെ കണ്ടിട്ടില്ല. ഞാനൊന്ന് കണ്ടിട്ട് വരാം, നീ കിടന്നോ? മുറിയിൽ നിന്നും കൃഷ്ണകുമാർ ഇറങ്ങിപ്പോയതും അവർ വെറുപ്പോടെ അയാളെ നോക്കി. ആദിയുടെ മുറിക്ക് മുന്നിലെത്തി അയാൾ അവനെ വിളിച്ചു. ആദി. ആ, വല്യച്ഛനോ? അടിയനെയൊക്കെ അറിയോ നിനക്ക്? കളിയാക്കും പോലെ കൃഷ്ണകുമാർ ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ച വല്യച്ഛേ? കല്യാണമൊക്കെ ആയതോടെ നിന്നെ കാണാനേ കിട്ടുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാണേ. അല്ല, ശ്രീ എവിടെ? കല്യാണത്തിന് വരില്ലേ അവൻ? പിന്നെ നിന്റെ കല്യാണത്തിന് വരാതിരിക്കോ? ആ മുഹൂർത്തമാകുമ്പോൾ വരും. അപ്പം നാളെ എത്തില്ല അല്ലേ? നിനക്കുള്ള സർപ്രൈസായിട്ട് വരും, അത് പോരെ? അത് മതി. നാളെ എൻ്റെ കൂടെ ഒന്ന് വരുമോ നീ? എവിടേക്കാ? ഒരു മീറ്റിംഗ് ഉണ്ട്, നീ ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടിയേനെ. അയ്യോ, നാളെ പറ്റില്ല. ധനുവിൻ്റെ ഒപ്പം ഷോപ്പിങ്ങിന് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു, മറന്നുപോയി ഞാൻ. ഷോപ്പിംഗ് ആണെങ്കിൽ വേണ്ട, ഞാൻ മാറ്റി വെപ്പിക്കാം മീറ്റിംഗ്. അങ്ങനെ ചെയ്യാം. അല്ല, എവിടെയാണ് ഷോപ്പിംഗ്? നമ്മുടെ ഫാഷൻ ഹബിൽ. നടക്കട്ടെ. എന്ന വല്യച്ഛൻ മുറിയിലേക്ക് പോകട്ടെ, സുജി കാത്തിരിക്കുന്നുണ്ടാകും. ഓ, ആയിക്കോട്ടെ. അയാൾ പോയതും ആദിയുടെ ഫോൺ ബെല്ലടിച്ചു. ധനുശ്രീ എന്ന് കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി. സന്തോഷത്തോടെ അവൻ കോളെടുത്തു. പറയൂ ധനുമോളെ. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതേലോ, നാളെ കൂടിക്കഴിഞ്ഞാൽ എൻ്റേതാവുകയല്ലേ ഈ പെണ്ണ്, അതിൻ്റെ സന്തോഷത്തിലാ. ആദ്യ നാളെ ഞാനും കല്ലുവും അച്ചുവും ഉണ്ടാവും ഷോപ്പിങ്ങിന്. അച്ചു, അതിന് കാശ് സമ്മതിക്കുമോ? അതല്ലേ രസം.
കാശിയ പറഞ്ഞത് അവരുടെ കൂടെ പോകാമെന്ന്. ആണോ? അത് പൊളിച്ചല്ല മോളെ. ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ. നമുക്ക് നല്ല കാലമാണടി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ശരിയാ, അച്ചുവിൻ്റെ പേരിലാണ് തറവാടും സ്ഥലവും. അതെഴുതി എൻ്റെ പേരിലാക്കണമെന്ന് കരുതിയിരിക്കുന്നത്. എൻ്റെ ധനുമോള് കഷ്ടപ്പെട്ട് രണ്ടുപേരെ കൊണ്ടുവരുന്നത് കൊണ്ട് അത് നിന്റെ പേരിലാക്കാം. എൻ്റെ പേരിലോ? അതെ, നിന്റെ പേരിൽ. എൻ്റെ ഭാര്യയല്ലേ നീ. സന്തോഷമായോ? പിന്നെ സന്തോഷമാകാതെ? അപ്പം നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ രണ്ടും എൻ്റെ കയ്യിലെത്തി. കാശിനാഥ, നീ വിഷമിക്കാൻ പോകുന്നതേ ഉള്ളൂ. മണ്ടത്തരം കാണിച്ചിരിക്കുന്നു. എന്തായാലും അവരെ രണ്ടിനെയും കൂട്ടിന് വിട്ടത് എനിക്കിഷ്ടമായി. നിനക്ക് ഞാൻ നല്ലൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്, അതും നിന്റെ ഭാര്യയുടെ. നാളത്തെ പുലരിക്കായി എല്ലാവരും കാത്തിരിക്കുന്നു. നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നതറിയാതെ ഇരു വീട്ടുകാരും നിദ്രയെ പുൽകി.